അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഓർമ്മകളെല്ലാം നിറഞ്ഞ ഈ കുഞ്ഞു വീട് ജപ്തിയിലായിരിക്കണം കേട്ടോ. ഈ കമ്പി ഇനി ഇവിടുന്ന് ആകും. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകം വിഷമമുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് എന്നോട് കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ തന്നെ വീടിൻ്റെ കാര്യത്തെ പറ്റി വീഡിയോ ഇട്ട കാരണം ഇതും കൂടി പറയാതിരിക്കാൻ പറ്റൂലല്ലോ വെച്ചിട്ട് പറയുകയാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന വീട് ഇപ്പോൾ ജപ്തിയിലായിട്ടുണ്ട്. അവർ കുറച്ച് ഓഫീസർ വന്നിട്ട് അളക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഭൂമി കറക്റ്റ് 6 സെൻറ്റ് ഉണ്ടോയെന്ന് അവർക്ക് അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പോൾ അതറിയാനും വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അളന്നിട്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ 1 മാസത്തെ അവധിയും കൂടിയാണ് തന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത മാസം 3-ാം തീയതി അത്ര വരെ ടൈമാണ് അവർ തന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം വീടാണോ ചോദിച്ചാൽ സ്വന്തം വീടല്ല കേട്ടോ. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വല്യപ്പാടെ വീടാണ്, എൻ്റെ അമ്മോസൻ്റെ ഉപ്പാടെ വീടാണ് കേട്ടോ. അപ്പോൾ വല്യപ്പ എടുത്ത ലോണാണ്. 2 ലക്ഷം റുപ്യാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ പലിശയൊക്കെ ആയിട്ട് ഒരു 4 ലക്ഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, എന്നാലും 10 വർഷത്തോളമായി ഞങ്ങളിവിടെ താമസിക്കണം. അല്ല, ഞങ്ങൾ വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇത്രത്തോളമായി ഇവിടെ താമസിക്കണം. അപ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള വീട് തന്നെയാണിത്. കുട്ടികളെ വളർച്ചയും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്കൊന്നും അങ്ങനെ പോയി നിൽക്കാറില്ല. കൂടുതലും ഇവിടെ തന്നെയാണ് നിൽക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വീട് ജപ്തിയായി പോകുമ്പോൾ നല്ല വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ, ഒരു വണ്ടി ആൾക്കാർ, ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ഒരു പെണ്ണും പിന്നെ ഒരുപാട് വലിയ ഉദ്യോഗസ്ഥരും കൂടിയിട്ടാണ് വന്നത് കേട്ടോ. അവർ വന്നപ്പോൾ തന്നെ എൻ്റെ ഉമ്മാടൊക്കെ ചങ്കാണ്ട് തകർന്ന്. എന്താ ഒരു പേടിയല്ലേ മുറ്റത്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അവർക്ക് സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഇതേമാതിരി പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാതും ഉണ്ടാവും. ജീവിതമല്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യണമല്ലേ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ദയവായി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓർക്കണം. നമുക്കിത് മറികടക്കാനാകും എന്നുള്ളൊരു വിശ്വാസം മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. നല്ല നാളേക്ക്, അപ്പം നന്മയിലേക്കുള്ള വഴികൾ ഇനിയും മുമ്പോട്ട് ഉണ്ടാവും എന്നുള്ള ഒറ്റൊരു പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വ്ളോഗ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ചാനലൊന്ന് ഉഷാറാക്കി തരണം, സപ്പോർട്ട് ചെയ്യണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളെ പ്രാർത്ഥനയിലും എല്ലാവരും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.